എന്നാൽ ഇത് തുടക്കത്തിൽ ഭയങ്കര കഷ്ടമായിരുന്നു. നാടൻ നെല്ലിക്ക വളരെ ചെറുതല്ലേ, അങ്ങനെ അത് നമ്മൾ കയറൊക്കെ കെട്ടി കൊടുത്ത് അതിക്ക് കയറ്റി. പിന്നെ കണ്ടമാനം പേര് ചോദിക്കുന്നുണ്ട് കമ്പ്. ഒരു വളം ഇടുന്നില്ല, ചാണകം പോലും ഇടുന്നില്ല എന്ന് പറയാം. ഒരു 4 വർഷമായിട്ടുണ്ടാവും. ഇന്നലെ ആരൊക്കെ വന്നിട്ട് കമ്പ് ഒടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്ത് നല്ലതായതുകൊണ്ട് ആ ഫെൻസിങ് ചൂടാകുമ്പോൾ ഈ ചെടി ഉണങ്ങിപ്പോകും. ഇപ്പൊ ഈ മധുരനെല്ലി അതെങ്കിൽ ഈ തേൻ നെല്ലിക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഹായ്, ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുമ്പളേരിയാണ്. എടപ്പാട്ട് പുത്തൻപുരയിൽ മനോജ് തോമസിന്റെ വീടാണ്. വീട് എന്ന് പറഞ്ഞാൽ പോരാ, ഹെലികോപ്റ്റർ പോലെയാണ് നമ്മുടെ ഗ്യാസ് ക്ലൗ ഇങ്ങനെ കയറി പോയിരിക്കുന്നത്. ഹെലികോപ്റ്റർ പോലെ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന്റെ മണ്ടയിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പം നമ്മൾ 2, 3, 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് തോന്നി, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ പ്ലാന്റ് കയറിയിരിക്കുന്നതും. അതേപോലെ ഇത്രയും വലിപ്പം, എത്ര വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആളെ ഒന്ന് വിളിച്ചു നോക്കാം. മനോട്ടാ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ ഈ ചെടി കാണിച്ചു വെച്ചിട്ടുള്ളത്? അടിപൊളി അല്ലേന്നോ? പുറകിൽ വേറെ ആൾക്കാരുണ്ട്, എന്നെ ഓടിക്കോ? ഒരുപാടുണ്ട്. ഏതാ? മറ്റേ ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ വേറെ ഏതാ ബ്രീഡ്സ് ഉള്ള? മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു കളിയാണ്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള കളിയാണ് ഇത് അല്ലേ? ഇത് എങ്ങനെയാണ് ഇത്രയും സെറ്റായി? എന്താണെങ്കിലും തിക്കായിട്ട് വളർന്നു വന്നത്. ഇത് നമ്മളിത് ഇപ്പൊ ഇത്രയും ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഫോട്ടോയ്ക്ക് വീഡിയോക്കൊക്കെ ചോദിക്കുന്നില്ലേ? ഗേറ്റ് ഫുള്ള് തുറന്നിട്ടേക്കാണ്. ഇത് ഇത്ര ആൾക്കാർ കമ്പ് ചോദിക്കുന്ന പരിപാടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇതിപ്പോ ഒരു 4 വർഷമായിട്ടുണ്ടാവും ഈ പ്ലാന്റ് ഇവിടെ കയറിയിട്ട്. എന്താണ് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇത് തുടക്കത്തിൽ ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം ഇതിലെ പ്രശ്നം ഞാൻ ഇത് ഫെൻസിങ് കൂടെയാണ് കയറ്റിയേക്കുന്നത്. അതായത് നമ്മുടെ ഇരുമ്പിന്റെ ഫെൻസിങ് വെച്ചിട്ടാണ് കയറ്റി. അപ്പോൾ അതില് ഈ അവിടെ നല്ല വെയിലടിക്കുന്ന ഇതായതുകൊണ്ട് ആ ഫെൻസിങ് ചൂടാകുമ്പോൾ ഈ ചെടി ഉണങ്ങിപ്പോവും. ഈ ഫെൻസിങ്ങിൽ മുട്ടി നിൽക്കുന്ന ചെടികൾ ഉണങ്ങി, ഇരുമ്പായതുകൊണ്ട് അത് ചൂടാവുന്നതിനനുസരിച്ച് ഈ ഒരേ മുട്ടി നിൽക്കുന്ന ഒരേ ഭാഗം ഉണങ്ങിപ്പോവും. അപ്പോൾ ആ ചെടി ഉണങ്ങിപ്പോവും. അങ്ങനെ അത് നമ്മൾ കയറൊക്കെ കെട്ടി കൊടുത്ത് അതിക്ക് കയറ്റിയിട്ടാണ് കുറച്ച് ചെടിക്ക് നല്ല ആരോഗ്യം വെച്ചാൽ പിന്നെയാണ് ഫെൻസിങ്ങിലേക്ക് ഈ ചെടി കയറ്റിയത്. പിന്നെ നാന എത്ര നേരം കൊടുക്കുന്നുണ്ട്? നാന ഒരു നേരം. അത് ഡെയിലി കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആഴ്ചയിൽ 2, 3 പ്രാവശ്യമൊക്കെ വെറുതെ. എത്ര ചൂടുണ്ട് ഇതിൽ? ഇപ്പൊ ഈ ആ ഒരു ഭാഗത്തിൽ 4 ചോടേ ഉള്ളൂ. 4 ചോട്. ടോട്ടൽ 4 ചോട് കൊണ്ട് ഇത് ഇത്രയും ഫില്ലായി. നമുക്കിത് ഏകദേശം ഒരു 10-30 മീറ്ററോളം ഉണ്ടാവില്ലേ? 10-30 മീറ്ററിന് മേലെ ഉണ്ട്. ഏകദേശം ഒരു 100 അടി. 100 അടിയോളം ഉണ്ട്. അതിൽ നിന്ന് ഒരു 4 ചോടിലാണ് നമുക്ക്. അതെ, 4 ചോടാണ് അവിടെ. ആ ഒരു ഏരിയയിൽ 4 ചോട നിൽക്കുന്നത്. ശരിക്കും എത്ര എവിടുന്ന് വാങ്ങിച്ചതാ? ഞാനിവിടെ ഒരു നഴ്സറിന്ന് വാങ്ങിച്ചാ? വലിയ പൈസക്ക് വാങ്ങിച്ചാണോ? വളരെ ചെറിയ പൈസ, 20 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടിയതാണ് അല്ലേ? ഇത് ആ മുകളിലേക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് കയറിയതല്ലേ? അത് ഫെൻസിങ്ങിന്ന് 1-2 അങ്ങനെ മേലേക്ക് കയറി. അപ്പൊ എനിക്ക് തോന്നി അതിങ്ങനെ മേലെ കയറിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തേങ്ങ ഇടുന്നില്ല സത്യത്തിൽ അതിൽ നിന്ന്. അതായത് ഈ ചെടി ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് തേങ്ങ ഇടുന്നില്ല. ഇതിന്റെ പേര് ക്യാറ്റ് ക്ലൗസ് എന്നോ? ക്യാറ്റ്സ് ക്ലൗ. അതായത് ഈ ഒരു പൂച്ചയുടെ നഖം പോലത്തെ ഒരു പിടുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പ് ശല്യമില്ല. ഇതിങ്ങനെ പച്ചപ്പിൽ നിൽക്കുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഇത് പാമ്പ് കയറുമെന്നുള്ളത്. പക്ഷെ ഈ ആ ഒരു മൂർച്ച ഉള്ളത് കൊണ്ട് തന്നെ പാമ്പിന്റെ ശല്യം ഇതിനില്ല. പിന്നെ ഒരു പരാതി ഈ പ്ലാന്റിനെ കുറിച്ചുള്ളത്, ഇത് 1-2 കൺട്രീസിന് ഈ പ്ലാന്റ് പരിശുദ്ധ ഒഴിവാക്കി നിരോധിച്ചതാണ്. വേറെ ഒന്നുമല്ല, കാട് പോലെ കയറി മറിഞ്ഞ് മറ്റുള്ള മരത്തിന് ഉണക്കി കളയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വെൽ മെയിൻറ്റെയിൻ ചെയ്താൽ, അതായത് ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായ പ്ലാന്റ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ ഇല്ലെങ്കിലും ഇത് മനോഹരമാണ്. യെസ്, അത് തന്നെയാണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പൂ ഇല്ലെങ്കിൽ അതിന്റെ ഇലയ്ക്ക് വളരെ പച്ചപ്പാണ്. അത് ഭയങ്കര പച്ചപ്പ്. സാധാരണ ഒരു രീതിയിലുള്ളതല്ല. ഇപ്പൊ റെഡ് ജെഡ് വൈൻ ആയിക്കോട്ടെ, തുമ്പോർജി ആയിക്കോട്ടെ, ഇന്ത്യൻ ഗ്ലോക്ക് വൈൻ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറെ പ്ലാന്റ്സിന് ലീഫിന് ഭംഗിയില്ല. ഇത് ഫ്ലവർ ആകെ ഒരു 4 ദിവസം ഒരു വർഷത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ള സമയത്ത് പോരായ്മല്ല, ബാക്കിയുള്ള സമയത്ത് ലീഫ് നല്ലതാണ്, ഭയങ്കര ഭംഗിയുള്ള ലീഫാണ്. ആ പച്ചപ്പ് കൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടി പാമ്പ് കയറും എന്നുള്ള പേടി അങ്ങനെയുള്ളത്. പാമ്പ് കയറില്ല. പിന്നെ നമുക്ക് വീട്ടിൽ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ കൂടുതലും വരുന്നത് ഇത് പല കൺട്രീസിലും നിരോധിച്ച പ്ലാന്റ് ആണെന്നുള്ളതാണ്. പക്ഷെ എന്തിനേയും നമ്മൾ പ്രൂൺ ചെയ്ത് അതിന്റെ ഭംഗിക്ക് നിർത്തി. അപ്പൊ നമ്മൾ പോലും മുടിയും താടിയും വെട്ടാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ അല്ലേ? ശരിക്കും ഒരു ഭ്രാന്തന്റെ ലുക്കല്ലേ? അതേപോലെ തന്നെ ഉള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് കൊണ്ടുനടക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു പരാജയമായിട്ട് അപാകതയായിട്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അത് കുറച്ചും കൂടി തിക്കാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പച്ചപ്പും കാര്യങ്ങളും, ഈ പൂക്കൾ ശരിക്കും 2-3 ദിവസം കിട്ടുള്ളൂ. എങ്കിൽ പോലും ആ ഒരു ഭാഗത്ത് ഞാൻ ഫ്രണ്ടിലൊക്കെ നട്ടിട്ടുണ്ട്.
പക്ഷെ ഈ വെയിലിന്റെ ചൂട് കാരണം കയറി കിട്ടാൻ ഭയങ്കര കേറി പാടാ. കിട്ടാൻ പാടാ. ശരിക്കും എന്താ ചെയ്യുന്നത് ബേസിക്കലി? ഞാന് കോൺട്രാക്ടാണ്. എന്തിന്റെ? ഞാൻ PWD ഗവൺമെന്റ് കോൺട്രാക്ട്, ഗവൺമെന്റ് റോഡിന്റെ റോഡ് വർക്കുകൾ റോഡ് പഞ്ചായത്തിൽ വർക്കിന്റെ. എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നെല്ലിക്കകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കടയിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് എവിടുന്ന് കിട്ടിയ വെറൈറ്റി? ഇത് ഞാനൊരു 10-15 വർഷം തമിഴ്നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ. അപ്പോൾ അവിടെ ഈ സർക്കാർ ഓരോ വീടുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയൊരു നെല്ലിയാണിത്. ശരിക്കും ഒരെണ്ണം തന്നെ കിട്ടിയിട്ടുള്ളൂ അല്ലേ? 2 കിട്ടിയായിരുന്നു. ഒരെണ്ണം പറമ്പിൽ നട്ടിട്ടുണ്ട്. അത് ശരി. ഇത് ഒരെണ്ണം നമ്മളെ നാടൻ നെല്ലിക്കയായിട്ട് എന്തെങ്കിലും വ്യത്യാസം? നാടൻ നെല്ലിക്ക വളരെ ചെറുതല്ലേ? അതെ, ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പമുള്ള നെല്ലിക്ക. സാധാരണ എല്ലാവരും പറയുന്ന ഒരു ഇതിപ്പോ ഞാൻ ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ ഫുട്പാത്തിലൊക്കെ ഇത് വിൽക്കുന്ന സമയത്ത് ഇത് ഹോർമോൺ കുത്തിവെച്ചതാണ്, ഇതുകൊണ്ടാണ് ഈ വലിപ്പം, അല്ലെങ്കിൽ ഒരുപാട് വളം ചെയ്തിട്ടാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഒന്നുമില്ല. ഇതിനിപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു വളം ഇടുന്നില്ല, ചാണകം പോലും ഇടുന്നില്ല എന്ന് പറയാം. കാരണം അവിടെ പിന്നെ ഇത് ഈ ഒരു വെറൈറ്റിയുടെ വലിപ്പം തന്നെയാണ്. അതെ, നാടൻ വലിയ ആ ഒരു വലിപ്പം. വലിപ്പമുള്ളത്. നമ്മളിപ്പോ ഈ മധുരനെല്ലി അല്ലെങ്കിൽ ഈ തേൻ നെല്ലിക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, അതെ അതെ, ആ ഒരു വെറൈറ്റി ഇതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തേൻ നെല്ലിക്കൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ വലിയ വലിപ്പം അതെ, ഉണ്ടാവില്ല. ശരിക്കും വലിപ്പം കണ്ടില്ലേ? ശരിക്കും നമ്മളിത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് മൊത്തം എന്താ, ഭയങ്കര വളമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഈ വലിപ്പത്തെക്കാളും വലിപ്പമുള്ള നെല്ലിക്കകളും ഉണ്ട്. ഞാൻ തൊട്ട് താഴെയൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഹോർമോണും അല്ലെങ്കിൽ മരുന്നുകളൊന്നും കുത്തിവെച്ചിട്ടല്ല, നമ്മുടെ ഇതിന്റെ ഒരു വെറൈറ്റിയാണ്. അതെ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ നമ്മൾ അതിനകത്ത് യാതൊരു ഒന്നും ചെയ്യുന്നില്ല. അതെ അതെ അതെ. എന്തായാലും പറിക്കാൻ സമയമായി തോന്നുന്നു അല്ലേ? പറിക്കേണ്ട സമയമായി, ഇതാ വീണ് തുടങ്ങി. ശരിക്കും മനോഹരനെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എത്ര പേരാ ഈ വലിയ വീട്ടിൽ താമസിക്കുന്നത്? ഞങ്ങള് 4 പേരാണുള്ളത്. മോന്, മോള്, വൈഫ്, ഞാനും. മോള് അന്ന, ബേസിൽ, മോൻ, വൈഫ് രമ്യ. എൻ്റെ പേരും പറഞ്ഞല്ലോ, മനോജ് എന്നാണ്. പിന്നെ മോള് UK അവളവിടെ ജോലി ചെയ്യുന്നു. മോൻ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അവനെ ഡിഗ്രിക്ക് ചേർത്തിട്ടുണ്ട്. വൈഫ് ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ ഡോഗ് ബ്രീഡറാണ്, അറിയപ്പെടുന്ന ഒരാളാണ്. കാണുന്നില്ല, ഒരു പട്ടീനെ കൊണ്ട് പുറത്തു പോയേക്കാം, ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. ഈ ഫോട്ടോ എടുക്കാൻ വരുന്നവരും വീഡിയോ എടുക്കാൻ വരുന്നവരൊക്കെ ശരിക്കും ഇതിന്റെ കമ്പൊരെണ്ണം തരുമെന്ന് ചോദിക്കാനാണോ മെയിനായിട്ട് വരുന്നത്? പിന്നെ കണ്ടമാനം പേര് ചോദിക്കുന്നുണ്ട് കമ്പ്. ഇന്നലെ ആരൊക്കെയോ വന്നിട്ട് കമ്പ് ഒടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തെന്നാണ് വൈഫ് പറഞ്ഞത്. അത് ശരി, ഞാൻ ഉണ്ടായിരുന്നില്ല. അവള് പറഞ്ഞത് ആരൊക്കെയോ കമ്പുകളൊക്കെ ഒടിച്ചോണ്ട് പോയി. നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ഫ്രണ്ടിൽ ഞാൻ നന്നായി നട്ടിട്ടുണ്ട്. ഇതിന്നുള്ള കട്ടിങ്സ് നട്ടതാണോ? ഇതിന്നുള്ളത് തന്നെ. ഇതിലിപ്പോ ഇങ്ങനെ വേര് പോലെ, ഈ വള്ളി പോലെ ഇതില് മണ്ണിക്കട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പുറ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്, മണ്ണ് വേര് പോലെ പോകുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നട്ടും ഫ്രണ്ടിലൊക്കെ. എങ്ങനത്തെ കമ്പുകളാണ് ഇത്? വളരെ നിസ്സാര ഇതുള്ളൂ. ഇതിങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ, ഇതിന്റെ ഒരേ മുട്ടിലും വേരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചെറിയ കമ്പുകളാണ്. ചെറിയ കമ്പുകൾ വെക്കുക. അതായത് മഴക്കാലം തുടങ്ങുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് മേടിച്ചു കൊണ്ടിട്ടും അത് മുളപ്പിച്ചെടുക്കാൻ ലേശം പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും നമ്മൾ കവറിലാണോ ചെയ്യുന്നത് അതോ? ഞാനിവിടെ കവറിലല്ല ചെയ്തത്. ഞാനിവിടെ എനിക്ക് വേര് ഉള്ളത് ഓൾറെഡി കിട്ടുന്നത് കൊണ്ട് അത് അതേപോലെ തന്നെ അങ്ങ് നീളത്തിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ചെയ്തു. പതി വെക്കുന്ന പോലെ വെക്കുക. അതെ, ഞാൻ ഫ്രണ്ടിൽ മൊത്തം വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ നേരത്തെ വെച്ച സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ വെയിലിന്റെ ചൂട് കാരണം കയറാൻ ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ബ്ലൂം ചെയ്തിട്ടുള്ളത്. ആയിരിക്കും. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ടു. കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ചെടികളെ കുറിച്ചൊക്കെ. ഈ പ്രാന്ത് എപ്പോ തുടങ്ങിയതാ? ഭ്രാന്ത് പണ്ട് തൊട്ടേ ഉള്ളത്, ചെറുപ്പം തൊട്ടേ തന്നെ ഉണ്ട്. അമ്മച്ചിയൊക്കെ ആണെങ്കിലൊക്കെ ചെടീനോട് ഭയങ്കര താല്പര്യമുണ്ട്. എനിക്കും ഇങ്ങനത്തെ ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. എത്ര പേരാണ് നിങ്ങള് മക്കളായി? ഞങ്ങള് 3 പേരാണ്. ഒരു അനിയനുണ്ട്, പെങ്ങളുണ്ട്. ഇനി അവർക്കൊക്കെ ഈ പാഷൻ ഉണ്ട്? അവർക്കൊക്കെ ഉണ്ട്. നമുക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് 2 മക്കള്. അവർക്കും ഈ പ്രാന്തുണ്ടോ? മക്കളൊന്നും അത്ര ഗ്രേസ് ഒന്നുമില്ല ഈ ഒരു സമയമല്ലേ. അപ്പൊ എന്തായാലും ഇത്രയും കാഴ്ചകൾ ഇത് ഏതെങ്കിലും ചാനലിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇത് പലരും വിളിക്കുന്നുണ്ട്, ഇന്ന് വരാം നാളെ വരാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ 4 ദിവസം ആകെ 4 ദിവസം പോകുന്നുണ്ടാവും. നിങ്ങളുടെ കൊഴിഞ്ഞു തുടങ്ങി. അപ്പൊ എന്തായാലും ഇത്തരം കാഴ്ചകൾ കാണാൻ നമുക്ക് ഒരു അവസരം ഒരുക്കി തന്ന മനോജേട്ടന് ഒരുപാട് നന്ദി പറയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ വഴിയിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് നിർത്തിയാൽ 1-2 ഫോട്ടോ എടുത്തിട്ട് പോകും. അപ്പൊ എവിടെ സ്ഥലം കറക്റ്റ് ഒന്നുകൂടെ പറഞ്ഞു? കുമ്പളേരിന്ന് മീനങ്ങാടിക്ക് പോകുന്ന വഴിക്കാണ്. കുമ്പളേരിന്ന് ഒരു 1.5 കിലോമീറ്റർ, വീട്ടിക്കവലാന്ന് പറയും, അവിടെയാണ് വീടുള്ളത്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ടാറ്റ നിർബന്ധമാണ് നമ്മുടെ ചാനലിൽ.